ഹായ്, വെൽക്കം ടു CC Plus. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു, ഇന്ത്യയുടെ കുറച്ച് ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്സ് പഠിച്ചു, പൊളിറ്റി പഠിച്ചു. ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ പ്രധാനമായും കുറേ റവല്യൂഷൻസ് നടന്നിട്ടുണ്ട്, കുറേ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 റവല്യൂഷൻസ് ആണ് ഏത്? അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, അതുപോലെ തന്നെ ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ. അല്ലേ? ചൈനീസ് റവല്യൂഷൻ ഉണ്ട്, റഷ്യൻ റവല്യൂഷൻ പഠിക്കണം, ചൈനീസ് റവല്യൂഷൻ പഠിക്കണം, പിന്നെ ഇത് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ എന്താണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എന്തുകൊണ്ടാണ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി നമുക്കറിയണം. അപ്പോൾ മൈഗ്രേഷൻ ടു അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ ആരോ മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണത്? ആരാ കുടിയേറി വന്നേ? 1492 ആരെ? സ്പാനിഷ് ഗവൺമെൻറ് ഒരാളെ പറഞ്ഞയച്ചു. എങ്ങോട്ടേക്ക്? നോർത്ത് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. അതാണ് ക്രിസ്റ്റഫർ കൊളംബസ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്ക കണ്ടുപിടിച്ചത് ആരാ? കൊളംബസ്, അല്ലേ? അപ്പോൾ അമേരിക്കയിലൊക്കെ ആദ്യമായി എപ്പോൾ? 1492 സ്പാനിഷ്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് വന്നു. പക്ഷേ അദ്ദേഹം അമേരിക്ക കണ്ടിട്ട് അദ്ദേഹത്തിന് അത് അമേരിക്ക ആണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം എന്താണെന്ന് തെറ്റിദ്ധരിച്ചു, നമ്മുടെ ഇന്ത്യ ആണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. സോ അവിടെ കണ്ട ജനങ്ങളെ, പീപ്പിൾസിനെ അദ്ദേഹം എന്തു പറഞ്ഞു? ഇന്ത്യൻസ് എന്ന് വിളിച്ചു. പക്ഷേ അത് ഇന്ത്യൻസ് ആയിരുന്നോ? അല്ല, അത് ശരിക്കും അമേരിക്ക ആയിരുന്നു. പക്ഷേ അദ്ദേഹം കരുതി അത് ഇന്ത്യയാണ്. സോ അവിടെ കണ്ട ആളുകളെ അദ്ദേഹം ഇന്ത്യൻസ് എന്ന് വിളിച്ചു. സോ ആ ആളുകൾ, അദ്ദേഹം ഇന്ത്യൻസ് എന്ന് വിളിച്ച ആളുകളാണ് പിന്നീട് എന്തറിയപ്പെട്ടത്? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അമേരിക്കൻസിനെ. അതായത് കൊളംബസ് വന്നിട്ട് ഇന്ത്യയാണെന്ന് വിചാരിച്ച് അവിടെ കണ്ട ആളുകളെ, അമേരിക്കൻസിനെയാണ് അദ്ദേഹം ശരിക്കും ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ആ ആളുകളാണ് പിന്നീട് എന്തറിയപ്പെട്ടത്? റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റൊരു മൈഗ്രേഷനും കൂടി നടന്നു. എവിടുന്ന്? ഇംഗ്ലണ്ടിൽ നിന്നാണ് മറ്റൊരു മൈഗ്രേഷൻ നടന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക്. എങ്ങനെ? ഇംഗ്ലണ്ട് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ട് രാജാവ് അവിടുത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ പല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പീഡനം സഹിക്കവയ്യാതെ കുറച്ചാളുകൾ എങ്ങോട്ടേക്ക് വന്നു? അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിലേക്ക് വന്ന കപ്പലിൻ്റെ പേരാണ് മെയ് ഫ്ലവർ. അപ്പോൾ മെയ് ഫ്ലവർ എന്ന ഷിപ്പിൽ ആര് വന്നു? ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ചാളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ഇവരെ അറിയപ്പെടുന്ന പേരാണ് പിൽഗ്രിം ഫാദേഴ്സ്, അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ. അപ്പോൾ 2 ആൾക്കാരാണ് വന്നത്. ഒന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന അമേരിക്കൻ ജനത, അത് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യൻസ് ആണെന്ന് കരുതി ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അവർ പിന്നീട് എന്തറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് അവിടുത്തെ രാജാവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എന്താ പറയുക? പിൽഗ്രിം ഫാദേഴ്സ്. അപ്പോൾ 2 തരം ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ ഇനി ഈ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയാം, അല്ലേ? ബ്രിട്ടൻ ഇന്ത്യയെ കോളനിയാക്കി വെക്കുകയും നമ്മളെ സ്ലേവ്സ് ആക്കി ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് എന്ത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ എവിടെയും എത്തി? അമേരിക്കയിലും എത്തി. എന്നിട്ട് അവിടെ 13 കോളനികളാക്കി മാറ്റി. അമേരിക്കയെ 13 കോളനികളാക്കി മാറ്റി. അപ്പോൾ ഈ അമേരിക്കയുടെ 13 കോളനികളാണ് ഈ കാണുന്നത്. ന്യൂ ഹാംസ്ഫിയർ, മസാച്യുസെറ്റ്. ദെൻ ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ പേരുകളുണ്ടാവും, പുതിയ കുറച്ച് പേരുകളുണ്ടാവും. ന്യൂ ജേഴ്സി, മേരിലാൻഡ്, വിർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ന്യൂയോർക്ക്. ഇങ്ങനെ 13 കോളനികളാക്കി വെച്ച് ബ്രിട്ടൻ അമേരിക്കയെ ഇങ്ങനെ 13 കോളനികളാക്കി വെച്ച് അവരുടെ ഭരണം ആരംഭിച്ചു. അപ്പോൾ എങ്ങനെയാണ് അവർ ഭരിക്കാൻ തുടങ്ങിയത്? അവരൊരു നിയമം കൊണ്ടുവന്നു. അതിന് പറയുന്ന പേരാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ, മെർക്കൻ്റലിസ്റ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ട്രേഡ് അല്ലെങ്കിൽ അമേരിക്കയുടെ കൺട്രോൾ മുഴുവനായി ആരുടെ കീഴിൽ കൊണ്ടുവരിക? ബ്രിട്ടൻ്റെ കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലോ ആയിരുന്നു എന്ത്? ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അതായത് ബ്രിട്ടനിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഏതിൽ മാത്രമേ പാടുള്ളൂ?
ബ്രിട്ടന്റെ കപ്പലിൽ മാത്രമേ പാടുള്ളൂ എന്നതായിരുന്നു ഒന്നാമത്തെ നിയമം. അവിടെ തന്നെ എന്താക്കി, അമേരിക്കയെ ബ്രിട്ടന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഇൻ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ്. അതായത് അമേരിക്കയിൽ കൊടുക്കുന്ന എന്ത് ലൈസൻസ് ആയാലും, ന്യൂസ് പേപ്പർ ആയാലും, പാംഫ്ലെറ്റ് ആയാലും, എനി ഡോക്യുമെന്റ് എല്ലാത്തിലും ആരുടെ മുദ്ര പതിപ്പിക്കണം? ബ്രിട്ടന്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. അവിടെ ബ്രിട്ടന്റെ അതോറിറ്റി അവിടെ വരികയാണ്. ദെൻ മറ്റൊന്നാണ് എന്ത്, പ്രോഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ, ഈ തുടങ്ങിയ പ്രോഡക്ട്സിനൊക്കെ എന്ത് കൊടുക്കണം? എങ്ങോട്ട് മാത്രം കൊടുക്കണം? ഇംഗ്ലണ്ടിലേക്ക് മാത്രം എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും എങ്ങോട്ട് മാത്രം എക്സ്പോർട്ട് ചെയ്യണം? ഇംഗ്ലണ്ടിലേക്ക് മാത്രം എക്സ്പോർട്ട് ചെയ്യണം. ദെൻ അടുത്ത നിയമമാണ് എന്ത്, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അതായത് ആ കോളനിയിലുള്ള സൈനികരുടെ ചിലവ് ആര് തന്നെ നോക്കണം? അമേരിക്ക തന്നെ നോക്കണം. അതായത് സൈനികരുടെ ചെലവും കൂടി, കോസ്റ്റ് ഒക്കെ ആർക്ക്? അമേരിക്കയ്ക്ക്, എന്നാൽ അതിൻ്റെ നേട്ടങ്ങളൊക്കെ ബ്രിട്ടനും. അതായിരുന്നു നിയമം. ദെൻ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. പേപ്പർ, ഗ്ലാസ്, ടീ തുടങ്ങിയ സാധനങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതി തീരുവ കൊടുക്കണം. അതായത് ഒരു ടാക്സ് കൊടുക്കണം. ചുരുക്കത്തിൽ ട്രേഡിലൂടെ എല്ലാ കാര്യങ്ങളും ആരുടെ കൺട്രോളിലാക്കി? ബ്രിട്ടന്റെ കൺട്രോളിൽ ആക്കി. അപ്പൊ ഇങ്ങനെ ബ്രിട്ടന്റെ കൺട്രോളിലായിരിക്കുമ്പം, അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ കൺട്രോള്, നിയന്ത്രണം മറ്റൊരു രാജ്യത്തിനായിരിക്കുമ്പം അവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷമാവും? ഇല്ല. എന്താ, അവർ കുടിക്കുന്ന ചായക്ക് പോലും എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, നമുക്ക് കഴിക്കേണ്ട സാധനങ്ങൾക്ക് കൂടി മറ്റൊരു രാജ്യത്തിന് നികുതി അല്ലെങ്കിൽ വൻ ചെലവ് വരുമ്പം അവിടുത്തെ ജനങ്ങൾ അടങ്ങിയിരിക്കോ? ഇല്ല, അവർ പ്രതികരിച്ചു. അതാണ് ഒന്നാമത്തെ അവരുടെ ആദ്യത്തെ പ്രതികരണമാണെന്ത്, ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 27 നവംബർ 1773 ബോസ്റ്റൺ തുറമുഖത്ത് വെച്ച് റെഡ് ഇന്ത്യൻസ്, അതായത് അവിടുത്തെ ജനങ്ങൾ അല്ലേ, അവിടുത്തെ റെഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തു? 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതായത് ബോസ്റ്റൺ, അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് വെച്ച് അവിടുത്തെ അമേരിക്കൻസ് എന്ത് ചെയ്തു? ഈ എന്തായാലും എന്ത് കൊടുക്കണം? തേയിലയ്ക്ക് നികുതി കൊടുക്കണം. ഹൈലി കോസ്റ്റ്ലി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമുക്ക് കുടിക്കേണ്ട ചായ പോലും. അപ്പോൾ എന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരിക്കാൻ, ഇതെല്ലാം ബ്രിട്ടനിലേക്കാണ് പോകുന്നത്, ബ്രിട്ടനാണ് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് പാടില്ല. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുമായിരുന്ന ഏത് ടീ 342 തേയിലപ്പെട്ടികൾ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തി. അതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുക. നമ്മൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ, ഒരു ടീ പാർട്ടി പോലെ തോന്നും. ശരിക്കും അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പാർട്ടിയായിരുന്നു. ആരുടെ പ്രതിഷേധമായിരുന്നു? അമേരിക്കൻസിൻ്റെ പ്രതിഷേധമായിരുന്നു. ദെൻ പിന്നീട് എന്ത് ചെയ്തു? ഇങ്ങനെ ചെറിയ ചെറിയ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ അമേരിക്കൻസ് നല്ല ബോധമുള്ള ആൾക്കാരായിരുന്നു അല്ലേ, അവരധികം വൈകിയില്ല, പെട്ടെന്ന് തന്നെ ബ്രിട്ടനെതിരായി പ്രതികരിച്ചു. അപ്പോൾ അവർ ഉയർത്തിയ മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ദാറ്റ് മീൻസ് ഭരണത്തിൽ ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ നൽകാതെ ഞങ്ങൾ എന്ത് തരില്ല? ടാക്സ് തരില്ല. അതായത് ഞങ്ങൾ ടാക്സ് തരാൻ ഉള്ള ആൾക്കാർ മാത്രമല്ല, ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കണം. അപ്പോൾ ഭരണകാര്യങ്ങളിൽ പങ്കെടുപ്പിച്ചാൽ മാത്രമേ, അതിൽ ഞങ്ങളെയും കൂടി ഭാഗമാക്കിയാൽ മാത്രമേ ഞങ്ങൾ എന്ത് തരൂ? ടാക്സ് തരൂ. സോ അമേരിക്കൻ വാറിന്റെ അല്ലെ, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാറിന്റെ സ്ലോഗനായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ഈ അമേരിക്കൻസിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങളും ഇവർ ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് മീറ്റിംഗ്സ് ചേർന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായി എന്ത് ചെയ്തു? ബ്രിട്ടൻ ഇവരുടെ മുമ്പിൽ അടിയറവ് പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. അതായത് അമേരിക്ക സ്വയം പ്രഖ്യാപിക്കുകയാണ് അവരുടെ സ്വാതന്ത്ര്യം. അതായത് ബ്രിട്ടൻ നമുക്ക് തരേണ്ടതല്ല, നമ്മളുടെ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് നമ്മുടെ തന്നെ അവകാശമാണ് എന്നുള്ളതിൽ എന്ത് പ്രഖ്യാപിക്കുന്നു? അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ് അല്ലേ. എല്ലാ മനുഷ്യരും തുല്യരാണ്,
തുല്യരായിട്ടാണ് എന്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവൻ്റെ കൺട്രോൾ ആരുടെയും കീഴിലല്ല, അവന് സ്വാതന്ത്ര്യം ആരും കൊടുക്കേണ്ട കാര്യമില്ല എന്നർത്ഥം വരുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വ്യക്തികളാണ് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അങ്ങനെ അമേരിക്ക സ്വതന്ത്രമാവുന്നു, ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാകുന്നു, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പിന്നെയും എന്ത് വേണം, ഭരണകാര്യങ്ങളിലൊക്കെ കൂടുതൽ മുന്നോട്ടേക്ക് പോകാനും അമേരിക്കയുടെ ഭരണം കൂടുതൽ നല്ല രീതിയിലാകുവാനും വേണ്ടി എന്തുകൂടി വേണമായിരുന്നു, ഒരു എഴുതപ്പെട്ട ഭരണഘടന കൂടി വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടി പുരോഗമിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തിയ വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ. സോ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്, ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അങ്ങനെ അമേരിക്കയ്ക്ക് എന്തുകൂടി നിലവിൽ വരുന്നു, ഒരു ഭരണഘടന കൂടി നിലവിൽ വരുന്നു. അങ്ങനെ അമേരിക്കൻ ജനതയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു, അമേരിക്ക സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കുള്ള മറ്റു പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ. അപ്പോൾ അതുകൂടി നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായി, അതായത് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ച് CC+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് കൂടുതൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ഇതുപോലെയുള്ള ജനറൽ നോളജും ടോപ്പിക്കൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനായി ഇപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനില്ല, കളിയുടെ ഇടയ്ക്ക് കുറച്ച് പഠനവുമാവാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നല്ലൊരു ട്രെയിനിങ്ങിന് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്